ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു നല്ല ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തണുപ്പ് കാലമാണല്ലോ, ഡിസംബർ ആകുമ്പോൾ നല്ല തണുപ്പാവും. സാധാരണ വേദനയുള്ളവർക്ക് നല്ല വേദനയാവും. ചില വേദന ഇല്ലാത്തവർക്കും രാവിലെ എണീക്കുമ്പോൾ ചെറിയ വേദനകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് തണുപ്പ് കാലം. അപ്പോൾ ആ തണുപ്പിനൊന്ന് പ്രതിരോധിക്കാനും നമ്മളെ വേദനകളൊന്ന് കുറക്കാനും പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. പിന്നെ ചാനലിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ ഞാനിപ്പോൾ 50 ഗ്രാമിൻ്റെ അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 50 ഗ്രാം ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, പൊതുവേ നട്ട്സുകളിൽ ഏറ്റവും നല്ലത് ബദാമാണെന്ന് എല്ലാവർക്കും അറിയാം. ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അത് എല്ലുകൾക്ക് നല്ല ബലം നൽകുന്ന ഒന്നാണ് ബദാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എള്ള് ഇട്ട് കൊടുക്കാം. വെള്ള എള്ളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കറുത്തുള്ള ഉപയോഗിക്കുന്നത് കറുത്തുള്ള ഉപയോഗിക്കാം. എള്ളും അതുപോലെ തന്നെ നമ്മൾ എല്ലുകൾക്ക് നല്ല ശക്തി നൽകുന്ന ഒന്നാണ് എള്ള്. അതുപോലെ തന്നെ എള്ളിൽ ധാരാളം കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇത് സന്ധിവാതത്തെ തടയാനും പിന്നെ നമ്മളെ എല്ലുകളിലെ വേദന കുറക്കാനും സന്ധികളെ രക്തക്കുഴൽ ശക്തിപ്പെടുത്താനുള്ള ധാരാളം പ്രോപ്പർട്ടീസ് എള്ളിലുണ്ട്. എള്ളിൽ ധാരാളം കാൽസ്യം സിങ്കും ഉണ്ട്. അപ്പോൾ അതും നമ്മളെ എല്ലുകളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എള്ള് സാധാരണയായി ഉപയോഗിക്കാത്തവരാണെങ്കിൽ സാധാരണ എള്ളിങ്ങനെ വറുത്ത് വെച്ചിട്ട് പൊടിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊടി രൂപത്തിൽ തന്നെയാണ്. അത് പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടും നന്നായി ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി വന്നാൽ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ലവണ്ണം ചൂടാറിയതിന് ശേഷമേ മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ. അടുത്തത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് നമ്മൾ സാധാ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഗോണ്ട് എന്ന് പറഞ്ഞൊരു സാധനമാണിത്. ഇത് നമ്മളെ നാട്ടിൽ പൊതുവെ ഉപയോഗിക്കൽ കുറവാണ്. പാകിസ്ഥാനികളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസാണ് ഇത് കൂടുതൽ ഉപയോഗിച്ച് കണ്ടുവരുന്നത്. ഞാൻ ഇതിപ്പോൾ ഓൺലൈനിൽ ഷോപ്പ് ചെയ്തതാണ്. ഇത് ഗോണ്ട് എന്നാണ് അതിൻ്റെ പേര്. എഡിബിൾ ഗമ്മാണ്. അക്വേഷ്യ മരത്തുനിന്ന് എടുക്കുന്ന ഒരു ഗമ്മാണ്. ഇത് നമുക്ക് കുറേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമ്മളെ പ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ നമ്മളെ ശൈത്യകാലത്ത് ഇപ്പോൾ തണുപ്പ് കാലത്ത് നമ്മളെ ശരീരം ഒന്ന് ഹോട്ടാക്കാനെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ്. തന്നെ നമുക്ക് ജലദോഷം പനി ആ സമയത്തെല്ലാം ഇത് ഉപയോഗിച്ചാൽ നമ്മളെ കോശങ്ങളെ നല്ല എനർജറ്റിക് ആയിട്ട് മാറ്റും. അതുകൊണ്ടാണ് ഇത് കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. കാരണം അവർ തണുപ്പ് കാലത്ത് അധികം യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മളെ നാട്ടിൽ അത്ര തണുപ്പില്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഇതതുപോലെ തന്നെ നമ്മൾ എല്ലുകളെ ശക്തിപ്പെടുത്താനോ അതുപോലെ തന്നെ പാൽ കുടിക്കുന്ന അമ്മമാർക്ക് പാല് കൂട്ടാനെല്ലാം ഇത് അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിൽ പൊതുവെ ഉപയോഗിക്കാത്ത ഒന്നാണ്. പിന്നെ ഇതിങ്ങനെ നെയ്യിൽ വറുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നെയ്യിൽ വറുത്തിട്ട് പൊടിച്ചിട്ടാണ് അവർ എല്ലാ അധികം ഫുഡിലും, കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിലും അവർ 1 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണ് ഇട്ടിട്ടാണ് എല്ലാം ഉപയോഗിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഞാനിപ്പോൾ ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ബെനിഫിറ്റ് നോക്കുക. യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ റെസിപ്പിയിൽ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇത് നമുക്കൊന്ന് ഇതുപോലെ ഇത് ക്രിസ്റ്റൽ രൂപത്തിലല്ലേ ഉണ്ടാവുക. ഇത് ആയതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ ബദാമും ഉള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗോണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, പൊടിക്കുന്ന ജാറ്. അതിലേക്ക് നന്നായി തണുത്ത ബദാമും എള്ളും ഇട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ പൊടിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാരണം ചൂടോടെ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഒരു പൗഡർ ഫോമിലാണ് നമുക്ക് വേണ്ടത്. കട്ടിയായ കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പക്ഷേ നമുക്ക് എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഇതിപ്പോൾ പൗഡർ ഫോമിലാണ് ഉള്ളത്. കുറച്ച് ചെറുങ്ങനായിട്ട് കട്ടായിട്ടുണ്ട്. അത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഗോണ്ടാണ് വേണ്ടത്. അത് പൊടിച്ചെടുക്കാം. എള്ളും ബദാമും പൊടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗോണ്ടും അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം.
പൊടിച്ച എള്ളിൻ്റെ ബദാമിൻ്റെ മിക്സിലേക്ക് ഗോണ്ട് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് ഡെയിലി രാവിലെയും രാത്രിയും കഴിക്കുന്നതിന് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ കഴിക്കുക. അതും നമ്മളെ ബോഡിക്ക് എഫക്റ്റീവാണ്. പിന്നെ പാലിൽ കുടിക്കുമ്പോൾ നമുക്ക് പാലിൻ്റെ ഗുണം കൂടി കിട്ടും. പാലും നമ്മളെ കാൽഷ്യം കൂടുതലുള്ള ഒന്നാണ്. അതും നമ്മളെ എല്ലിനെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. എയർ ടൈറ്റായിട്ട് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. കാരണം പുറത്ത് വെച്ചാൽ അതിൻ്റെ ഓയിൽ പുറത്തേക്ക് വരും. എല്ലാവർക്കും അറിയാമല്ലോ, ബദാമിൽ എള്ളിൽ ഓയിൽ കണ്ടൻറ്റ് നല്ലോണം ഉള്ള ഒന്നാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഇനി ഇതെങ്ങനെ കഴിക്കണ്ടേ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ പാലിൽ കഴിച്ചാൽ പാലിൻ്റെ ഗുണം കൂടി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ അധികം ആക്കും തന്നെ വിറ്റാമിൻ ഡിൻ്റെ നല്ല കുറവുണ്ട്. വിറ്റാമിൻ ഡി കുറവുള്ളവരും ഇത് ഡെയിലി ഒരു ഗ്ലാസ് വെച്ച് കുടിച്ച് നോക്കാം. ഒരു 10 ദിവസം കുടിക്കുമ്പോൾ തന്നെ മാറ്റം കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു ചെറിയ 2 നുള്ള് കറി വെക്കുന്ന ജീരകം ഫെന്നൽ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിക്കും. അതുപോലെ തന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫെന്നൽ സീഡ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബദാമിൻ്റെ മിക്സ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാല് തിളച്ചിട്ട് അതിലേക്ക് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കുടിച്ചാലും മതി. ജീരകം അതുപോലെ തന്നെ കഴിക്കാൻ കഴിയുന്നവരാണെങ്കിൽ കഴിച്ചാൽ മതി. പിന്നെ ഷുഗർ, പഞ്ചസാര, ഇതിപ്പോൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉമ്മാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. പഞ്ചസാര ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. നമുക്ക് കൽക്കണ്ടം ഉണ്ടല്ലോ, കൽക്കണ്ടം നമുക്ക് ഉപയോഗിക്കാം. കൽക്കണ്ടം ഇട്ട് കൊടുത്താൽ മതി. മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പാലിൽ മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൽക്കണ്ടം ഉപയോഗിച്ച് കുടിക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് രാത്രി ഉപയോഗിക്കുന്നെങ്കിൽ രാത്രി ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് ഉപയോഗിക്കുന്നെങ്കിൽ ഏർലി മോർണിംഗ് ഉപയോഗിക്കാം. രാത്രി കുടിക്കലായിരിക്കും നല്ലത്. ഞാൻ രാത്രിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. രാത്രി ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, സാധാരണ ഒരു മരുന്നും തന്നെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് മാറ്റമൊന്നും കാണാൻ സാധിക്കില്ല. എന്തായാലും ഒരു 10 ദിവസം എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയിട്ട് മാറ്റം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡെയിലി ഉപയോഗിക്കാം. സാധാരണ ബദാമും എള്ളും ഉപയോഗിക്കുന്നവർക്ക് പിന്നെ ഒരു രോഗം ഉണ്ടാവാറില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരും. ഓക്കെ, ബൈ.